ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ മുത്തുമണീസിനും നമ്മുടെ സുമി മുപ്പാസ് മനസ്സിലോട്ട് ഹൃദയം നിറഞ്ഞ സ്വാഗതം. അപ്പം നമ്മുടെ കാറ്റത്തെ കിളിക്കൂടിൻ്റെ നാളത്തെ പുതിയ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് അറിഞ്ഞാലോ? നമ്മുടെ നിധിയുടെയും നമ്മുടെ സുധീഷിൻ്റെയൊക്കെ പുതിയ വിശേഷങ്ങൾ കേൾക്കാം കേട്ടോ. അപ്പോൾ അതിനു മുന്നേ ആയിട്ട് നമ്മളെ വീഡിയോസൊക്കെ നിങ്ങൾ കേൾക്കുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കാനായിട്ട് ആരും മറന്നു പോവല്ലേ. അതോടൊപ്പം സ്റ്റാർ ബട്ടൺ ഹൈപ്പും കൂടെ നിങ്ങളൊന്ന് ചെയ്യുക. പുതുതായിട്ട് വരുന്നവരെല്ലാവരും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടെ വെച്ചോളൂ കേട്ടോ. കൃത്യമായിട്ട് നോട്ടിഫിക്കേഷൻ വരും കേട്ടോ. അങ്ങനെ നമ്മുടെ നാളത്തെ പുതിയ വിശേഷത്തിലോട്ട് നമുക്ക് പോവാം. അങ്ങനെ നിധിക്ക് സുധീഷ് ചെയ്ത ആ ഒരു പ്രവൃത്തി ഒരിക്കലും നിധിക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റാത്ത ഒന്നായിരുന്നു. നിധി ജോലിക്ക് പോയെങ്കിലും അവിടെയൊന്നും നിധിക്ക് മനസ്സുറച്ചൊന്നും ഇരിക്കാനുള്ള ഒരു സിറ്റുവേഷൻ പോലും പറ്റുന്നില്ല. കാരണം വെച്ചാൽ വല്ലാത്തൊരു ഭയം തോന്നിപ്പോയി നിധിക്ക്. പെട്ടെന്ന് പ്രതീക്ഷിക്കാണ്ട് തൻ്റെ അടുത്ത് വന്ന് കിടന്നു. ആ ഒരു ഇതൊക്കെ നിധിക്ക് വല്ലാണ്ട് ബുദ്ധിമുട്ടാണ്. അപ്പം നിധിയുടെ ബെസ്റ്റ് ഫ്രണ്ട് ആ കമ്പനിയിലുണ്ടല്ലോ. അപ്പോൾ ആ കുട്ടി ചോദിക്കുന്നുണ്ട്, എന്ത് പറ്റി നിധി, മുഖമൊക്കെ വല്ലാണ്ടിരിക്കുകയാണല്ലോ. അപ്പം നിധി പറഞ്ഞു, അത് വേറൊന്നുമല്ല, ഇന്നലെ എനിക്ക് ഉറക്കം അത്ര ശരിയായില്ല എന്ന് പറഞ്ഞു. അപ്പം പിന്നെ ആ കുട്ടി അതിനെക്കുറിച്ചൊന്നും ചോദിച്ചില്ല കേട്ടോ. പിന്നെ അവർ ചായ കുടിക്കാൻ വേണ്ടി ക്യാൻറ്റീനിൽ പോയ ടൈമിലും ആ കുട്ടി വീണ്ടും ചോദിക്കുന്നുണ്ട്, ഇതുവരെയും മുഖമൊന്നും ഉഷാറായില്ലല്ലോ, എന്താടോ പ്രശ്നം എന്തെങ്കിലും ഉണ്ടോ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നോട് പറയുമെന്നൊക്കെ പറഞ്ഞു. ഏയ് ഇല്ലടാ, ഒന്നുമില്ല, വേറെ കുഴപ്പമൊന്നുമില്ല. ആ സമയത്താണ് നമ്മുടെ നിധി ആലോചിക്കുന്നത്, നിധിയുടെ ആ ബെസ്റ്റ് ഫ്രണ്ട് ഒരു ഹോസ്റ്റലിലാണ് നിൽക്കുന്നതെന്ന് പറയുന്നുണ്ട്. അപ്പം നിധി ആ കുട്ടീൻ്റെ അടുത്ത് ചോദിച്ചു, അതെ നീ നിൽക്കുന്ന ആ ഹോസ്റ്റലിൽ വേക്കൻ്റ് ഉണ്ടാവുമോ എന്ന് ചോദിച്ചു. എനിക്കൊരു റൂം കിട്ടാൻ എന്തെങ്കിലും സ്കോപ്പ് ഉണ്ടോ? അല്ല, അതിന് നീ ഏതോ റിലേറ്റീവിൻ്റെ വീട്ടിലല്ലേ നിധി നിൽക്കുന്നതെന്ന് ആ കുട്ടി ചോദിച്ചു. ആണ്, പക്ഷേ ഞാൻ ജോലി കിട്ടി കഴിയുമ്പോൾ മാറുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എനിക്ക് കിട്ടുകയാണെങ്കിൽ നല്ല സൗകര്യമായിരുന്നു എന്ന് നിധി പറഞ്ഞു. അപ്പോൾ ആ കുട്ടി പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, ഞാൻ പോകുമ്പോൾ വാർഡൻ്റെ അടുത്ത് ചോദിച്ച് ഡീറ്റെയിൽ എല്ലാം നാളെ പറയാമെന്ന് പറഞ്ഞു. അപ്പം നിധി പറഞ്ഞു, അല്ല ഇന്ന് എങ്ങനെയെങ്കിലും ഒന്ന് ചോദിച്ച് റെഡിയാക്കാൻ പറ്റുമെന്ന് ചോദിച്ചു. ഇന്നോ? അപ്പോൾ പറഞ്ഞു, അതെ ഇന്ന് കിട്ടണമെങ്കിൽ ഇന്ന് തന്നെ മാറാമല്ലോ, നമുക്ക് ഇന്നിങ്ങനെ പറഞ്ഞു. അപ്പോഴേക്കും ആ കുട്ടി പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, നമുക്കിന്നിവിടെ ചോദിച്ചിട്ട് നമുക്ക് രണ്ടുപേർക്കും കൂടെ നേരത്തെ പോവാം, നേരത്തെ പോയിട്ട് വാർഡനായിട്ട് കാര്യങ്ങളൊക്കെ സംസാരിച്ച് സെറ്റിൽ ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പം നിധിക്ക് ഭയങ്കര സന്തോഷമായി. അങ്ങനെ സന്തോഷത്തോടു കൂടി നിധി ആ കുട്ടിയും കൂട്ടി ആ കുട്ടി താമസിക്കുന്ന ഹോസ്റ്റലിൻ്റെ അടുത്തോട്ട് പോവുകയാണ് കേട്ടോ. ഇതേ സമയം നമ്മുടെ സുധീഷിനാണെങ്കിൽ ആകെ ഭ്രാന്ത് പിടിച്ച് നടക്കുകയാണ്. നിധിയുടെ മുഖത്ത് എങ്ങനെ നോക്കും, ഇതിനി എങ്ങനെ സോൾവ് ചെയ്യും, അങ്ങനെയൊക്കെയുള്ള ചിന്താഗതിയോടുകൂടി പേടിച്ച് ഇങ്ങനെ സുധീഷ് ഇരിക്കുകയാണ്. എന്നിട്ട് സുധീഷ് നേരെ നമ്മുടെ ഹരീഷിൻ്റെ വർക്ക്ഷോപ്പിലോട്ട് പോവാണ്. അപ്പോൾ ഹരീഷ് കണ്ടു, ആടി ആടി പറഞ്ഞ വരക്കം കണ്ടു കേട്ടോ. ആൾ ഒരു കള്ള ലക്ഷണത്തോടു കൂടി പറഞ്ഞത് ഉള്ളതെല്ലാം ചെയ്തു വലിച്ചു വാരി കുടിച്ചിട്ട് ചെയ്തു കാട്ടി വെച്ചിട്ട് വരുന്ന വരക്കം കണ്ടില്ലെന്ന് ഇങ്ങനെ ഹരീഷ് മനസ്സിൽ ഓർത്തു കേട്ടോ. അപ്പോൾ വന്നിട്ട്, എടാ ഹരീഷേന്ന് ഇങ്ങനെ വിളിച്ചു കേട്ടോ. എന്തേ? എടാ സോറി എടാ, എന്തിന്, എന്തായിരുന്നു, താൻ എന്തുവാടോ എന്നൊക്കെ പറഞ്ഞ് ഹരീഷ് അങ്ങോട്ട് തുടങ്ങിയിട്ട്, ഇന്നലെ എന്താ കാണിച്ചത്, ആ നിധിയേട്ടത്തി എന്ത് കരുതി കാണും, സുധീഷ് ചേട്ടനെ കുറിച്ച് എന്താ ഇപ്പം ആ കുട്ടി വിചാരിച്ച, ആ ചേച്ചി എന്ത് വിചാരിച്ചാണെന്നൊക്കെ പറഞ്ഞ് ഹരീഷ് അങ്ങോട്ട് പറയാൻ തുടങ്ങിയില്ലേ. അപ്പോൾ സുധീഷ് പറഞ്ഞു, എടാ പറ്റിപ്പോയടാ, എന്ത് പറ്റിപ്പോയെന്ന്, ഇത്രയും ചീപ്പാവരുത് നിങ്ങൾ അല്ലെങ്കിലേ പണ്ടേ ചീപ്പാണ്, നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്ത മോശമല്ലേ എന്നൊക്കെ പറഞ്ഞ് ഹരീഷ് കുറേ അങ്ങോട്ട് പറയണ്ട കേട്ടോ. ഇതേ സമയം സുധീഷിന് പറയാനുള്ള ഒരു വിടവ് പോലും ഹരീഷ് കൊടുക്കണില്ല. കുറേ പറഞ്ഞു, എടാ അച്ഛൻ അങ്ങനെയൊക്കെ പറഞ്ഞ് അത് കേട്ടപ്പോൾ ഞാൻ പോയി കുറച്ച് കുടിച്ച് വന്നപ്പോൾ പിന്നെ എനിക്ക് ഒരു റിലേ ഇല്ലായിരുന്നൂടാ എന്നൊക്കെ പറഞ്ഞു. അച്ഛൻ ഇത്രയും വർഷം കൊണ്ട് അങ്ങേരെ നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലേ, അച്ഛൻ പറയണത് കേട്ട് പോയി ബീറടിച്ചിട്ട് വന്നിട്ട് കാണിച്ച കാട്ടായാണോ? നന്നായി എന്നിങ്ങനെ ഹരീഷ് പറയുക കേട്ടോ. പക്ഷേ സുധീഷ് പറഞ്ഞു, എടാ പറ്റിപ്പോയടാ, ഇനി ഇത് ആവർത്തിക്കില്ല, സോറിയടാ. അത് നിങ്ങൾ എൻ്റെ അടുത്ത് വന്ന് ഈ സോറി ഒന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല, നിങ്ങൾ നിധിയേട്ടത്തിൻ്റെ അടുത്ത് പോയി സോറി അറിയേ. കാര്യം എന്ന് വെച്ചാൽ നിധിയേട്ടത്തി ഇന്നലെ അത്രയ്ക്ക് വിഷമിച്ചു, അത്രയ്ക്ക് പേടിച്ചു പോയെന്ന് തോന്നുന്നു. എന്ത് കരഞ്ഞു എന്നറിയാവോ സുധീഷ് ചേട്ടാ നിങ്ങൾ കാരണമെന്ന് പറഞ്ഞു. അപ്പോൾ അതും കൂടെ കേട്ടപ്പോഴത്തേക്ക് സുധീഷ് അങ്ങ് വല്ലാണ്ടായി പോകണേ. സുധീഷിന് ആകെ ഒരു വിഷമമാണോ ചമ്മലാണോ എന്താണെന്നറിയില്ല. സുധീഷ് വല്ലാണ്ട് അങ്ങ് ആവേണം കേട്ടോ. ഇതേ സമയം ഇങ്ങനെ വിഷമിച്ച് ഇങ്ങനെ ഇരുന്ന സമയത്ത് കാണാം നമ്മുടെ നീതു അങ്ങനെ വരെയാണ് കേട്ടോ. അങ്ങനെ നീതു വന്നു കഴിഞ്ഞിട്ട് നീതു വന്നുകൊണ്ടേ പറഞ്ഞു, ഒരു ഇച്ചിരി സ്വകാര്യമായിട്ടൊക്കെ സംസാരിക്കാൻ നോക്കിയാലും സമ്മതിക്കില്ല, ഇതെന്നാ എപ്പം നോക്കിയാലും ഇവിടെ തന്നെയാണല്ലോ, ഞങ്ങൾക്ക് ഇച്ചിരി സ്വകാര്യമായിട്ട് സംസാരിക്കാനും ഇടം തരൂലേ എന്നൊക്കെ ഇങ്ങനെ നീതു ചോദിക്കാൻ കേട്ടോ. അപ്പോൾ സുധീഷ് ഒന്നും മിണ്ടില്ല കേട്ടോ. സുധീഷ് അങ്ങനെ തന്നെ ആയിരുന്നു. എന്നിട്ട് നീതു പറഞ്ഞു, അതെ ഞാൻ
ഒന്ന് രണ്ട് കടകളിൽ കയറി ഹരീഷിന് വേണ്ടിയിട്ട് ഒരു സർപ്രൈസ് ഗിഫ്റ്റ് മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. ഗിഫ്റ്റോ? എനിക്കെന്തിനാ ഗിഫ്റ്റ്? ഇരിക്കട്ടേന്നേ, ഒരു സർപ്രൈസ് ഗിഫ്റ്റാന്ന് പറയാം. ഒന്ന് രണ്ട് കടകളിൽ ഷോപ്പുകളിൽ കയറി ഇറങ്ങിയിട്ടാണ് ഞാനത് മേടിച്ചതെന്ന് പറഞ്ഞു. എന്നിട്ട് നീതു ബാഗിൽ നിന്ന് ആ സംഭവം എടുക്കുകയാണ്. ഒരു കീ ചെയിൻ ആട്ടോ. എന്നിട്ട് പറയും ഇതിങ്ങനെ എടുത്തു കഴിഞ്ഞപ്പോട്ട് എന്നിട്ട് പറയും ഹരീഷിൻ്റെ വണ്ടിയുടെ കീ ഇങ്ങനെ തന്നേന്ന് പറയും. എന്നിട്ട് ആ വണ്ടിയുടെ കീയിലോട്ട് ഈ കീ ചെയിൻ അങ്ങ് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് നമ്മുടെ നീതു പറയാണ്, അതെ ഇത് എൻ്റെ സ്നേഹമാണ്, എൻ്റെ ഹൃദയമാണ്, ഇതൊരിക്കലും നഷ്ടപ്പെട്ട് പോകരുത്, ഇതിന് അത്രയ്ക്ക് വാല്യൂ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ആ വാങ്ങിക്കൊണ്ടുവന്ന സാധനത്തിന് കുറേയിട്ടങ്ങ് പുകഴ്ത്തേനെ കേട്ടോ. ഇത് കണ്ടപ്പോൾ സുധീഷ് ആദ്യമൊന്നും മിണ്ടില്ല കേട്ടോ. സുധീഷ് മിണ്ടാണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ഇതേ സമയത്ത് നമ്മുടെ നീതു ഇതിനെക്കുറിച്ച് അങ്ങോട്ട് വർണ്ണിച്ച് അങ്ങോട്ട് അങ്ങ് ആക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ സുധീഷ് അങ്ങോട്ട് എഴുന്നേറ്റ് എന്നിട്ട് പറഞ്ഞു, അതെ ഇതിന് എത്ര രൂപ ഉണ്ടെന്ന് വെച്ചു. അപ്പോൾ 30 രൂപയുടെ സാധനം എന്ന് വെച്ചാൽ നാണം ഇല്ലേന്ന് വെച്ചു. ബാഗിൻ്റെ അകത്തു നിന്നൊക്കെ വലിച്ചെടുക്കണുണ്ടപ്പോൾ വല്ല ബ്രാൻഡഡ് ഷർട്ടോ അങ്ങനെ വല്ല മറ്റോ ആയിരിക്കുമെന്ന് കരുതി. അയ്യേ, ഈ ഒരു കീ ചെയിനാണോ കൊടുത്തിട്ട് ഇത്രയും വലിയ ഡയലോഗ്? 30 രൂപയുടെ സാധനത്തിനാണോ ഇത്രയും വലിയ ഡയലോഗ് നീട്ടി ഈ പറഞ്ഞുകൊണ്ടിരിക്കണേന്ന് ഇങ്ങനെ ചോദിക്കാൻ കേട്ടോ. അപ്പം നീതു അങ്ങ് വല്ലാണ്ടായിപ്പോയി. അപ്പോൾ ഹരീഷ് പറഞ്ഞു, സുധീഷേട്ടാ നീ മിണ്ടായിരിക്കുമെന്ന് ഇങ്ങനെ പറയണ. എന്നിട്ട് നമ്മുടെ സുധീഷ് പറയണ, അതെ ഈ പെണ്ണുങ്ങൾക്കൊരു വിചാരമുണ്ട്, നമ്മളാണെങ്കിൽ ഇങ്ങനത്തെ സാധനം വല്ലതും കൊടുത്താൽ ഇവരൊക്കെ സമ്മതിക്കുമോ? അപ്പോൾ ഇവർ തരുമ്പോൾ നമുക്കൊരു കുഴപ്പമില്ലല്ലേ, നമ്മളിത് മേടിച്ചോണം. അതെ ഈ ഗിഫ്റ്റൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല ബ്രാൻഡഡ് ഷർട്ടോ നല്ല ബൈക്കോ നല്ല മൊബൈലോ അങ്ങനെയൊക്കെയുള്ള വല്ല സാധനം വാങ്ങിക്കൊടുത്തിട്ട് ഇമ്മാതിരി കിടന്ന് വീമ്പിളൊക്കെ എന്ന് പറഞ്ഞു. അപ്പോഴേക്കും സുധീഷ് വന്ന സമയത്ത് ഹരീഷ് ഒരു ജ്യൂസിന് വേണ്ടി പറഞ്ഞു വിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ജ്യൂസും കൊണ്ട് ചന്തു വരെയൊക്കെയാണ്. അങ്ങനെ അതൊക്കെ കുടിച്ചുകൊണ്ട് നിൽക്കുകയായിരിക്കും. അപ്പം അതൊക്കെ കുടിക്കുന്നതിനിടയിൽ നമ്മുടെ നീതുവിനെ ഒരുപാട് കളിയാക്കും കണക്ക് സുധീഷ് കുറേ സംസാരിച്ചു കേട്ടോ. അതെ ഹരീഷ് എന്നെ ഇത്രയും പറഞ്ഞിട്ട് ഒരു വാക്ക് പോലും ഹരീഷ് ചോദിച്ചില്ലല്ലോ, ഞാൻ തന്ന സാധനം ഇഷ്ടപ്പെട്ടില്ലേന്ന് ചോദിച്ചു. അപ്പോഴേക്കും സുധീഷ് അതിനെടുത്ത് കളയാൻ പോകും കേട്ടോ. കണ്ടോ വലിച്ചെറിയില്ലേന്ന് പറഞ്ഞിട്ട് നീതുവിന് അതൊരു ബുദ്ധിമുട്ടായിപ്പോയി. അപ്പോഴേക്കും ഹരീഷ് പറഞ്ഞു, സുധീഷേടാ എന്താ കാണിക്കണേ, കാരണം വെച്ചാൽ ഇനിയിപ്പോൾ ഇതെറിഞ്ഞ് കഴിഞ്ഞാൽ ഇനി ഇതിൻ്റെ പേരിൽ യുദ്ധം തുടങ്ങുമെന്ന് പറഞ്ഞു. ഒടുവിൽ ഹരീഷ് അത് മേടിച്ച് വെച്ചിട്ട് നീതു അങ്ങ് പോവേണം കേട്ടോ. കാരണം വെച്ചാൽ നീതുവിന് സുധീഷിൻ്റെ ആ സംസാരമൊന്നും അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. കാര്യം എന്ന് വെച്ചാൽ ഒരു ഗിഫ്റ്റ് തൻ്റെ ഉഡ്ബിക്ക് കൊടുത്തതല്ലേ. സുധീഷ് അത്ര ഇൻസൾട്ട് ചെയ്ത് സംസാരിച്ചപ്പോൾ നീതുവിന് അത് പ്രയാസമായി പോയിട്ടോ. അങ്ങനെ നീതു തിരിച്ചങ്ങ് പോവുകയാണ്. ഇതേ സമയം നമ്മുടെ ഹരീഷിന് എന്തോ പോലെ, കാര്യം എന്ന് വെച്ചാൽ ഒരു ചമ്മലും കാര്യങ്ങളൊക്കെ ആയിട്ട് ഹരീഷ് വല്ലാണ്ട് അങ്ങോട്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ സുധീഷ് 2 ഡയലോഗും പറഞ്ഞു കഴിഞ്ഞിട്ട് സുധീഷ് അവിടെ നിന്ന് അങ്ങ് പോവാണ്. അപ്പോൾ ഹരീഷിന് ആകെ ഒരു ബുദ്ധിമുട്ടായിപ്പോയി. നീതു വന്നതും സുധീഷ് ഇട്ട് കളിയാക്കുകയും ചെയ്തു. ഇനിയിപ്പോൾ അതിൻ്റെ പേരിലായി ഇന്നത്തെ പുകില് എന്നുള്ള രീതിയിൽ ഹരീഷ് നിൽക്കുകയാണ് കേട്ടോ. ഇതേ സമയം നമ്മുടെ നിധിയും നിധിയുടെ കൂട്ടുകാരിയും കൂടെ നേരത്തെ കമ്പനിയിൽ ചോദിച്ചിട്ട് ആ ഹോസ്റ്റലിലോട്ട് പോവുകയാണ്. അപ്പോൾ വാർഡൻ കണ്ടപ്പോഴത്തേക്ക് ആ കുട്ടിയുടെ അടുത്ത് പറഞ്ഞു, വിസിറ്റേഴ്സിനൊന്നും കൊണ്ടുവരരുതെന്ന് കുട്ടിയുടെ അടുത്ത് പറഞ്ഞിട്ടുള്ളതല്ലേ എന്ന് ചോദിക്കും. അല്ല മേഡം, ഇത് വിസിറ്റർ അല്ല, എൻ്റെ ഒരു ഫ്രണ്ടാണ്, എൻ്റെ കമ്പനിയിൽ തന്നെ വർക്ക് ചെയ്യുന്നതാണ്, ഈ കുട്ടിക്ക് ഇവിടെ റൂം കിട്ടുമെന്ന് അറിയാൻ വേണ്ടി വന്നതാണെന്ന് പറയും. അങ്ങനെ നിധി ആ വാർഡനും ആ കുട്ടിയും കൂടെ ആയിട്ട് സംസാരിക്കുകയാണ്. അപ്പോൾ വാർഡൻ പറഞ്ഞു, റൂമും കാര്യങ്ങളൊക്കെ തരാം, പക്ഷേ 3 മാസത്തെ വാടക ഒരുമിച്ച് തരണം. ഇവിടെ സിംഗിൾ റൂമാണെങ്കിൽ 10,000 രൂപയും ഷെയർ ആയിട്ട് ഒരു റൂം തന്നെ ഷെയർ ചെയ്തെടുക്കുകയാണെങ്കിൽ 7,000 രൂപയാണെന്ന് പറഞ്ഞു. അപ്പം നിധി പറഞ്ഞു, മാഡം അത്രയും രൂപ എൻ്റെ കയ്യിലില്ല എന്ന് പറഞ്ഞു. അത് എന്നാൽ 2 മാസത്തെ തന്നാൽ മതിയെന്ന് വാർഡൻ പറയണേ. മാഡം എൻ്റെ 1 മാസത്തെ പകുതി തരാനേ ഇപ്പോൾ ഉള്ളൂ എന്ന് പറഞ്ഞു. നമ്മുടെ നിധി പറയുകയാണ്, കാരണം നിധിയുടെ കയ്യിൽ അത്രയും കാശില്ലല്ലോ. അപ്പം നിധിയുടെ ഫ്രണ്ട് പറഞ്ഞു, ഒരു കാര്യം ചെയ്യാൻ ഞാൻ കൂടെ കുറച്ച് കാശ് ഇടാം നിധി എന്ന് പറയാം. അപ്പം നിധി പറയാം അതിൻ്റെ ആവശ്യമില്ല എന്ന് പറയാം. അങ്ങനെ നിധിയും ആ കുട്ടിയും കൂടെ മാറി നിന്ന് സംസാരിച്ചിട്ട് നിധി പറയും, അതെ എൻ്റെ ശമ്പളം ആദ്യ സാലറി തന്നെ കിട്ടുകയാണെങ്കിൽ ഞാൻ അത് തന്നെ മുഴുവൻ കാശും തന്ന് തീർത്തോളാം, നീ ഒന്ന് സംസാരിക്കാവോ വാർഡൻ്റെ അടുത്ത് പറയും. അങ്ങനെ ആ കുട്ടി വാർഡനുമായിട്ട് സംസാരിച്ച് ഒടുവിൽ വാർഡൻ പറയും, എന്നാൽ ശരി പകുതി മാസത്തെ തന്നേക്കുക, കാരണം ജോലി എന്തായാലും ഈ കുട്ടിയുടെ കൂടെ തന്നെയുള്ള കമ്പനിയിലാണല്ലോ, അപ്പോൾ പേടിക്കേണ്ട കാര്യമില്ല എന്ന് കരുതി അങ്ങനെ കാര്യങ്ങളെല്ലാം സെറ്റിൽ ചെയ്യണം. അപ്പോൾ വാർഡൻ പറഞ്ഞു, എന്തായാലും ഒരു ഗാർഡിയനായിട്ട് ഒരാളെ ഇവിടെ കൊണ്ടുവരികയും വേണം, പിന്നെ ആധാറും മറ്റ് കാര്യങ്ങളെല്ലാം ഇവിടെ സബ്മിറ്റ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞു. എവിടെ നിന്നാണ് പറഞ്ഞത്, ബാക്കി ഡീറ്റെയിൽസ് എല്ലാം ചോദിക്കുകയാണ്. അങ്ങനെ നിധിക്ക് സന്തോഷം അവിടെ. അങ്ങനെ നിധി റൂമൊക്കെ ഹോസ്റ്റലും കാര്യങ്ങളൊക്കെ സൗകര്യങ്ങളൊക്കെ കിട്ടിയതിൻ്റെ സന്തോഷമായിട്ട് ഇരിക്കുകയാണ്. കാരണം നിധി പിന്നെ വേറൊന്നും ചിന്തിക്കില്ല, എത്രയായാലും ഇവിടെ നിന്ന്
മാറുക എന്നുള്ളത് മാത്രമേ നിധി ചിന്തിച്ചുള്ളൂ. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞിട്ട് നിധി നേരെ ചെല്ലണത് നമ്മുടെ സുഭാഷിൻ്റെ വർക്ക് സൈറ്റിലാണ് കേട്ടോ. അപ്പോൾ സുഭാഷ് നോക്കുമ്പോൾ നിധി വരെയാണ് അപ്പോൾ സുഭാഷ് ഓടി വരെയാണ് നിധിയുടെ അടുത്ത്. അപ്പം പറയും, സുഭാഷ് ഏട്ടാ എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ടെന്ന് പറയാം. എന്താ മോളെ, ഇന്നലത്തെ കാര്യമാണോ? സോറി കേട്ടോ മോൾ അതോർത്ത് വിഷമിക്കില്ലേ എന്നൊക്കെ പറഞ്ഞ് സുഭാഷ് ഇങ്ങനെ പറയാൻ വരുമ്പോഴേക്കും നിധി പറയും, അതല്ല സുഭാഷ് ഏട്ടാ, ഞാൻ വീട്ടിൽ നിന്ന് മാറുകയാണ്, ഞാനൊരു ഹോസ്റ്റലിലോട്ട് എല്ലാം റെഡിയാക്കിയിട്ടുണ്ടെന്ന് പറയും. ഹോസ്റ്റലിലോട്ടോ? സുഭാഷിന് അത് ഒട്ടും തന്നെ ഉൾക്കൊള്ളാൻ പറ്റിയില്ല. പെട്ടെന്ന് അങ്ങനെ കേട്ടപ്പോൾ, കാര്യം ഇങ്ങനെ ഒരു ഇൻസിഡൻറ്റ് വന്നതിൻ്റെ പേരിലല്ലേ നിധി മാറുന്നത്. മോളെ ഹോസ്റ്റലിലും മറ്റുമൊക്കെ പോവേണ്ട കാര്യമുണ്ടോ മോളെ? വേണം സുഭാഷ് ഏട്ടാ, ഇല്ലെങ്കിൽ ശരിയാവില്ല. കാരണം എനിക്ക് എൻ്റെ മനസ്സിനാകെ ഒരു ഭയം തോന്നിപ്പോയി, എന്തായാലും ഇവിടെ നിന്ന് മാറണം എന്നിങ്ങനെ പറയുകയാണ്. പിന്നെ സുഭാഷ് അതൊക്കെ നിർബന്ധിക്കാനൊന്നും നിന്നില്ല. കാരണം ഇന്നലെ ഉണ്ടായ ഇൻസിഡൻറ്റ് തൻ്റെ അനിയൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായതാണല്ലോ. അപ്പോൾ പിന്നെ അതിൽ ഇനി കൂടുതലായിട്ട് എന്താ പറയാൻ, ഒന്നും ന്യായീകരിക്കാനില്ല. എൻ്റെ നിധി പറഞ്ഞു, എന്നെ വൈകിട്ട് കൊണ്ടാക്കാൻ സുഭാഷ് ഏട്ടൻ വരണം, കാരണം അവിടെ ഗാർഡിയനായിട്ട് ആരെങ്കിലും വരണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്തു വെക്കാം, സുഭാഷ് ഏട്ടൻ കുറച്ച് നേരത്തെ വരാൻ പറയും. അങ്ങനെ ശരിയെന്ന് പറഞ്ഞു. കാരണം സുഭാഷിന് വല്ലാത്ത വിഷമമായിപ്പോയി, ഒന്നും പറയാനും പറ്റുന്നില്ല, ഇനി എന്താ ചെയ്യുക. അങ്ങനെ നിധി വീട്ടിലോട്ട് ചെന്നിട്ട് ബാഗും കാര്യങ്ങളും ഡ്രസ്സൊക്കെ എടുത്ത് എല്ലാം റെഡിയാക്കി വെക്കുകയാണ് കേട്ടോ. എന്നിട്ടാണ് നമ്മുടെ നികേഷിൻ്റെ അടുത്ത് വൈകിട്ട് പറയേണ്ടത്, ഞാനിങ്ങനെ മാറുകയാണെന്ന്. ഇത് കേട്ടപ്പോൾ നികേഷിന് സഹിക്കാൻ പറ്റില്ല. നികേഷ് അങ്ങ് വല്ലാണ്ട് കരഞ്ഞു പോവാണ്. നിധിയേട്ടത്ത് എന്താ ഈ പറയണത്, ഇവിടെ നിന്ന് പോവുക. കാരണം നിധിക്ക് ഏറ്റവും കൂടുതൽ ആ വീട്ടിൽ ഇഷ്ടമുള്ളത് നികേഷിനാണ്. നികേഷിനും അതുപോലെ തന്നെ നിധി അത്രയ്ക്ക് ജീവനാണ്, ഒരു അമ്മയുടെ സ്ഥാനമാണ് നികേഷ് കൊടുക്കുന്നത്. അപ്പം ഭയങ്കര ബുദ്ധിമുട്ടായിപ്പോയി. അങ്ങനെ ഒടുവിൽ സുഭാഷ് വരുന്നുണ്ട്. സുഭാഷ് വന്ന് നിധിയെ ഹോസ്റ്റലിലോട്ട് കൊണ്ടുപോകാനുള്ള ആ ഒരു രംഗമൊക്കെയാണ് വരുന്നത് കേട്ടോ. അങ്ങനെ അവിടെ ഹോസ്റ്റലിൽ എത്തിക്കഴിഞ്ഞിട്ട് ഗാർഡിയനായിട്ട് എല്ലാം ഒപ്പിട്ടൊക്കെ കൊടുക്കുന്നുണ്ട്. പിന്നെ അവിടെ അടയ്ക്കാത്ത ബാക്കി പൈസ വാർഡൻ പറയുമ്പോൾ അതും സുഭാഷ് കൊടുത്ത് എല്ലാം സെറ്റിൽ ചെയ്ത് നിധി അവിടെ താമസം മാറുകയാണ്. പക്ഷേ നിധിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ വല്ലാത്തൊരു വിഷമമൊക്കെയാണ് കേട്ടോ. ആ ഭാഗങ്ങളൊക്കെ ഇനി നാളത്തെ കഴിഞ്ഞ് വരുന്ന ദിവസമാണ്, ആ എപ്പിസോഡുകളിലായിരിക്കും അത് വരുന്നത്. അപ്പം ഏകദേശം നാളെ വരാനിരിക്കുന്ന ഒരു പ്രൊമോ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന് കേൾക്കുക, ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്തുക. എല്ലാവർക്കും നല്ലൊരു ശുഭദിനം പറഞ്ഞുകൊണ്ട് കാട്ടത്തെ കിളിക്കൂടിൻ്റെ ഇന്നത്തെ പ്രൊമോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. ടാറ്റാ ബൈ ബൈ, ടേക്ക് കെയർ, താങ്ക് യു.